വയസ്സിഹു അനുവദനീയമാകും ബൈഉൻ വശർത്ത്, ഒരു കച്ചവടവും ഒരു നിബന്ധനയും. ചില കോലങ്ങളിൽ വഹിയ ശറുത്തുൽ അജലി ഫിസ്സമൻ, പൈസ ഇത്ര കഴിഞ്ഞ് തരാൻ പറഞ്ഞു. വിശറുത്തെ ഞെക്കൂനൽ അജലും മഅലൂമനാകണം. എന്താ വലാ ബൈഉൻ അല്ല വലാ ബൈഅത്തൈനി ഫീ ബൈഅത്തിൻ എന്നുള്ളത് ഇൻസ്റ്റാൾമെന്റ് വരുത്തില്ല. മനസ്സിലായോ? അത് ഇൻസ്റ്റാൾമെന്റിനെ പറ്റിയല്ല പറഞ്ഞത്. കാരണം അവിടെ നമ്മൾ പറഞ്ഞല്ലോ നഖ്ദൻ ഔ ബി അൽഫൈനി എന്ന് പറഞ്ഞു. മുഅജ്ജലൻ ബി അൽഫിൻ നഖ്ദൻ ഔ ബി അൽഫൈനി മാറ്റി. അപ്പൊ ഔ ഇബ്ഹാമിനായിപ്പോയി, അല്ലെ ഷക്കിനായിപ്പോയി. അപ്പൊ എന്തില്ല അവിടെ ഉറപ്പില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവിടെ ഹാഷിഖാൻ എഴുതിയത് എന്താ ലിൽ ജഹ്ലി ബിൽ ഇഖ്ലി എന്ന്. മനസ്സിലായോ? ഇനി പറയട്ടെ. അല്ലെങ്കിൽ ആ വിലയ്ക്ക് പകരം ഒരു പണയം വെക്കുക. ചരക്കല്ലാത്ത വേറെ സാധനം. ഈ ചരക്കിൽ തന്നെ പണയം വെച്ചാൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ ആ വില കൊണ്ട് ലാമീനാകുന്നു. ആര്? ഇത് മസാല എന്നെ നമ്പർ ആയിക്കോട്ടെ. അവിടെയും കച്ചവടം ചെയ്യുന്നതിന് തകരാറില്ല, കച്ചവടം ശരിയാവുന്നതാണ്. നിനക്ക് ഞാൻ എന്റെ അബിദിനെ കച്ചവടം ചെയ്യാം, പക്ഷെ നീ അവനെ മോചിപ്പിക്കണം. അങ്ങനെ ശ്രദ്ധാക്കി ആയിക്കോട്ടെ. അയാളെ ഏറ്റ പിന്നെ അയാള് അതിന്റെ അർത്ഥം എന്റെ പൈസ പോട്ടെന്നല്ലേ. ആര് വാങ്ങാൻ വരുന്ന ആള് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പൈസ പോട്ടെന്നല്ലേ. അല്ല ഔഷറത്ത അല്ലെങ്കിൽ എന്ത് ചെയ്തു നിബന്ധനയാക്കി ഒന്ന് എങ്ങനെ തന്നാണ് യക്തദീ അൽ അഖ്ദ്. അഖ്ദ് ഒന്നിനെ തേടുന്നുണ്ട്. ഏതുപോലെ നമ്മൾ കച്ചവടം നടത്തിയിട്ട് പറഞ്ഞു ഇത് സാധനം പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഇനി തിരിച്ചുകൊണ്ട് വരും, ഞാൻ കാണിച്ചാലവിടെ ചൊടിയില്ല എന്ന് പറഞ്ഞു. കറത്തി ബിൽ അയ്ബ് കൊണ്ട് മടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ കച്ചവടം ചെയ്യാം, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപാട് നടത്തണം, കൈമാറണം എന്നൊക്കെ പറഞ്ഞ് ചെറുത്താക്കി. ഇപ്പൊ കുഴപ്പമുണ്ടോ? കൈമാറുക എന്നുള്ളത് കച്ചവടം തേടുന്ന ഒന്ന് തന്നെയല്ലേ. ആ ഷർത്തൊക്കെ അങ്ങനെ ഷർത്താക്കല് എന്തോ അതിന്റെ വായന വെച്ചാൽ അതങ്ങ് പാഴാവും. അത് ഷർത്തെന്ന് പറയാന്നേ ഉള്ളൂ. കോലത്തില് ഹഖീഖത്തിലൊന്നും ഷർത്തൊന്നുമല്ല. അപ്പൊ ഒരാള് വിറ്റു, എന്നിട്ട് പറയും ഇതാ ഈ സാധനം ഇയാള് നോക്കിക്കോ, ഇതാ ഇതിന്റെ എല്ലാ അയബുകളും ഇന്ന അയബുകളുണ്ട്, ബാക്കി ഒരു അയബ് ഇതിനകത്തില്ല, ഇനി വല്ല അയബ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നാൽ നമ്മൾ ബാക്കിയല്ല, നമ്മൾ ഉത്തരവാദിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു സാധനം കച്ചവടം ചെയ്തത്. ശരിയാവത്തില്ലേ? ഒരാൾ വിറ്റു, എന്നിട്ട് എന്ത് ചെയ്തു? അയബുകളിൽ നിന്നെല്ലാം ഈ സാധനം എന്താണ് ഒഴിവായതാവുന്നു എന്ന് നിബന്ധനയൊക്കെ ചെയ്തു. ആയിക്കോട്ടെ, ശരിയായി. എന്താ ഭാര്യ ഒഴിവാകുകയും ചെയ്തു, ആ ചരക്ക് ഒഴിവാകുകയും ചെയ്തു. മിൻകുല്ലി ഐബിൻ ബാത്തിനിൻ ഫിൽ ഹൈവാനി ലം യഅലം ബിഹി അൽ ബായിഉ. വേണ്ട, ബായി അറിയാത്തതായ ഉള്ളിലുള്ള എല്ലാ അയബുകളും തൊട്ട് ഒഴിവായി. വലാ യബ്റഉ ബിമാസി, അതല്ലാത്തതൊന്നും ഒഴിവാകുന്നത് അല്ല. പുറമേ ഉള്ളതാണ് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. വലാ യസ്ഇഉ ബൈഉൽ അർബൂൻ, അർബൂൻ കച്ചവടം ശരിയാകുന്നതല്ല. അഡ്വാൻസ് കച്ചവടം. നമ്മൾ ഒരു വസ്തു പോയി കണ്ട് അല്ലെങ്കിൽ സാധനം കണ്ട് വില പറഞ്ഞു 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. മനസ്സിലായി? ഈ അഡ്വാൻസ് കൊടുത്തതിനർത്ഥം പൈസ തെറ്റി നിങ്ങൾക്ക് തെറ്റില്ല എന്നുള്ളതാണ് ഈ അഡ്വാൻസ് പൈസ. ഇല്ല, അങ്ങനെ സാധാരണ നടക്കുന്നത്. അത് അനുവദനീയമല്ല പരിപാടി.
അങ്ങനെ നിലനിർത്താൻ വേണ്ടി അഥവാ കച്ചവടം വേണ്ടെന്ന് വെച്ചാൽ പൈസ തിരിച്ചു കൊടുക്കണം. അത് പറ്റും. എന്താ മറ്റവന് വാങ്ങുന്ന ആളിന് ഏതോ കാരണവശാൽ എന്ത് ചെയ്തു, വാങ്ങാൻ പറ്റിയില്ല, അയാൾ ഉദ്ദേശിച്ച പൈസ കൈ വന്നില്ല, 14 ലക്ഷം പോവും അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് അഡ്വാൻസ് ചെയ്യുന്ന കച്ചവടമൊന്നും ഇതല്ല. ഈ പൈസ അഡ്വാൻസ് നഷ്ടപ്പെട്ടു പോകുമേ എന്നും പറഞ്ഞുകൊണ്ട് നിബന്ധന വെച്ചു, അങ്ങനെ കച്ചവടം ചെയ്താൽ മനസ്സിലായ ആ കച്ചവടം ശരിയാവില്ല. അതാണ് അർബൂൻ കച്ചവടം. വലാ യസ്ഇഹു ബൈഉൽ അർബൂൻ. അതെങ്ങനെ ബൈയസ്തരിയ, ഒരാൾ വാങ്ങി സൽഅത്തൻ ചരക്കിനെ, എന്നിട്ട് വയദ്ഫഅ അയാൾ കൊടുക്കുന്നു ദിർഹം, ഒരു ദിർഹം. അല്ല എന്നെ രാവിലെ ഒന്ന് എണ്ണയിട്ടെങ്കിൽ ഈ ചൊറിയണ ആഴ്ച ഒരു ദിവസം ഒന്ന് തേച്ചു കുടിക്കുന്നു, അത് രാവിലെ അങ്ങോട്ട് കൊടുക്കുന്നു. വലായസ്യു ബൈഉൽ അർബൂനി ബൈയസ്തരിയ, സൽഅത്തിനെ വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു, കൊടുത്തു ദിർഹമൻ, ഒരു ദിർഹമനെ. അലാ അന്നഹു, ഏതടിസ്ഥാനത്തിലാണ് ആ ദിർഹം കൊടുക്കുന്ന നിബന്ധന പറയുന്നത്? അലാ അന്നഹു ഇൻ റളിയ ബിസ്സൽഅത്തി, എന്താ ഈ ചരക്ക് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഫദ്ദിർഹമു മിനസമനി, ആ ദിർഹമും കഴിച്ച് ബാക്കിയുള്ള നിത്യത്തോളൂ. വയില്ല, അങ്ങനെ ഈ ചരക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഫഹുവലിൽ ബാഇഇ മജ്ജാനൻ, കണ്ടാ അത് വെറുതെ നമുക്ക് തരേണ്ടി വരും. മനസ്സിലായേ? അതാണ് ഈ അർബൂൻ കച്ചവടം. അത് ശരിയാവുന്നതല്ല. ഒരാൾ വിട്ടുവീഴ്ച, അടിമപ്പെണ്ണിന്റെയും വലതിയ, അതിന്റെ വലതിന്റെയും ഇടയിൽ വിട്ടുവീഴ്ച, കബല സുന്നി തമ്മീസ്, തമ്മീസ് ആകുന്നതിന് മുമ്പ്. എന്തുകൊണ്ട്? ഔഹിബത്തിൽ പത്തരല്ല, കുട്ടിയെ നിർത്തിയിട്ട് പശുവിനെ കൊടുക്കാൻ പറ്റുമെന്ന്? കുട്ടി കുറച്ച് പാലൊക്കെ കുടിച്ച് സ്വയം പര്യാപ്തമാവുന്ന കുട്ടിയാണെ കൊടുക്കാം, അല്ലേ കൊടുക്കണ്ട, അല്ലെ കുട്ടിയെ തള്ളിങ്ങനെ കൊടുക്കാം. മനസ്സിലെ? തമീസിന് ശേഷം യഹ്റുമു, ഇനി കാട്ടുകാരുടെ പരിപാടിയാണ്. യഹ്റുമു ഹറാമാകും. അല്ല, ഗ്രാമീണവാസിയോട് പട്ടണവാസി കച്ചവടം ചെയ്യും. അതെങ്ങനെ നോക്കും? യഖൂലൽ ഹാദിർ, പട്ടണവാസി പറഞ്ഞു ലിൽ ബദവിയ്യി, ഗ്രാമീണനോട്. അല്ലത് എങ്ങനത്തെ ഗ്രാമീണൻ? ഖദിമ, അയാൾ വന്നു ബിസല്ലത്തി, മനസ്സിലായില്ല, കച്ചവടവുമായിക്കൊണ്ട് വന്നു, കുറെ ചരക്കുമായിട്ട് വന്നു. ഏത് ഹാലിൽ? ഈ ചരക്കാണെങ്കിൽ മിമ്മ യുഹ്താജു ഇലൈഹ ഫിൽ ബലദ്, ഈ നാട്ടിൽ ഇത് ആവശ്യമുള്ളതാണ്. ഇപ്പം മനസ്സിലായില്ല, ഇപ്പൊ ഈ നാട്ടിൽ ഇത് ആവശ്യമുള്ള ചരക്കുകളാണ്. ആ ചരക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ട് വന്നു. അപ്പൊ ഈ പട്ടണവാസി, എടാ നീ ഇവിടെ ഇത് വിൽക്കാൻ പാടില്ല, ഞാനിത് കുറേശ്ശെ എനിക്ക് വലിയ വിലയ്ക്ക് വിറ്റ് തരാം. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തടഞ്ഞു വെക്കലായി, അത് ഹറാമാവില്ല. അതല്ലേ സാധാരണ നടക്കുന്നത്. അതിനാണ് കാട്ടുതരാരെന്നൊക്കെ പറയുന്നത്. അത് പാടില്ല എന്ന് നമ്മുടെ നിയമം. ലാ തബിഇൽ ആന, ഇപ്പൊ ഇത് വിൽക്കരുത്. അത്താബിഅഹ, ഇത് ഞാൻ നിനക്ക് വിറ്റ് തരാം. ലക്ക, നിനക്ക്, ഖലീലൻ ബിസമനിൻ വാഹിദ്, അത് പാടില്ല. അതൊരു കുറവ്. മനസ്സിലായോ? ഇനി നമ്മള് വഴിയിൽ നിന്ന് സാധനം കച്ചവടം ചെയ്യും. മാർക്കറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ വന്ന് ചെലവഴിക്കില്ല. അങ്ങനെയല്ലേ മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. ഒരു നാട്ടിന്റെ നാടി നടുപ്പറിഞ്ഞ ഒരു നാടിന്റെ വികസനമാണ് ഒരു മാർക്കറ്റ്. മനസ്സിലായില്ല? ആ മാർക്കറ്റിൽ സാധനങ്ങൾ വന്ന് അവിടെ തന്നെ എന്ത് ചെയ്യണം? അത് പർച്ചേസ് ചെയ്യണം. ഇത് 4 വഴിക്ക് 4 പേര് ഇന്ന് സാധനം മേടിച്ചോണ്ട് പോയ മാർക്കറ്റിൽ സാധനം വരുമോ? ഇല്ല. ആ മാർക്കറ്റ് ഡള്ളാവില്ലേ? അതിന് കാരണക്കാരനാരാവും? അപ്പൊ ഒരു നാടിന്റെ പുരോഗതി തടഞ്ഞില്ല നമ്മൾ. അതും പാടില്ല. ഇതാണ് നമ്മുടെ മതത്തിന്റെ നിയമം.
അതുകൊണ്ടല്ലേ വെളി ആരെങ്കിലൊക്കെ വഴിക്കുന്ന മേടിച്ചോണ്ട് ആരും പിടിച്ചോണ്ട് പോകും ചിലപ്പോൾ. ഇനി വേറൊരു പോലെ വയതലഖ കണ്ടുമുട്ടുന്നു അർറുഖുബാന ഗ്രാമീണവാസികളായ ആൾക്കാർ വാഹനത്തിൽ സാധനവുമായി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലേ അവിടെ നിന്നില്ലേ എങ്ങോട്ട് കൊണ്ടുവന്നു? അത് മാർക്കറ്റിൽ കൊണ്ടുപോകണം. അവിടെ ഒന്നുമില്ല, അവിടെ രക്ഷയില്ല, അവിടെ മാർക്കറ്റ് ആകെ ഡള്ള, ഞാൻ കുറച്ച് പൈസ ഇറങ്ങിയിട്ട് സാധനം എന്ന് പറഞ്ഞ അവന്മാരെ കള്ളന്മാരുടെ എന്ത് ചെയ്യും? ഇവര് സാധനം അങ്ങ് വാങ്ങും. മനസ്സിലായോ? എന്നിട്ട് ഇപ്പൊ യുഹ്മിറു കണ്ടുമുട്ടിട്ട് അവൻ പറയും ഹും ആ വാഹനക്കാരോട് ബി കസാദി മാ മഅഹും ഇതെവിടെ കൊണ്ടുവന്നു? ഓ ഇതിനൊന്നും അവിടെ ചെലവില്ല. കസാദ് എന്ന് പറഞ്ഞാൽ ഡള്ളായി കിടക്കണമെന്നില്ല അർത്ഥം. ഇക്കാച്ചരക്കാണ് മോനെ, വെറുതെ കൊണ്ടുപോകണ്ട, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. അതിനേക്കാളും നല്ല ഞെടുക്കും. ഞാൻ എന്താ പൈസ കിട്ടും. വഴിയിൽ നിന്ന് എന്ത് ചെയ്തു? ആ കച്ചവടം അവൻ നടത്തി, അവൻ ലാഭം എടുക്കും. അവൻ എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഡബിൾ വിലക്ക് വിൽക്കും. അപ്പോൾ ഒരുത്തന്നെ ചച്ചുകൊണ്ടുള്ള പ്രയോഗം. ബിക്കോസ് ഈ എസ്തരിയമെന്നും അവരിൽ നിന്ന് വാങ്ങാൻ ബിഗബിന് നഷ്ടത്തോടുകൂടെ വേണ്ട, അതും ഹറാമാണ്. ഇനി വേറൊരു പോലെ, ഞാനൊരു സാധനത്തിന് വിലയെല്ലാം പറഞ്ഞു വെച്ചു, അവൻ വേറൊരുത്തം വന്ന് എൻ്റെ മേളി വില പറഞ്ഞു. വിലയൊക്കെ പറഞ്ഞ് നമ്മൾ ഉറപ്പിച്ചു, ഞാൻ അതാ വരുന്നില്ല, പൈസ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പറഞ്ഞ് പോയതാ. അപ്പം വേറൊരുത്തം വന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ മേലിൽ വേറെ ഒരു വില കൂട്ടിയിട്ടുണ്ട് സാധനം എടുത്തോട്ട്, അത് ഹറാമാണ്. സൗമുൻ അലാ സൗ വിലയുടെ മേൽ വേറൊരു വില പറഞ്ഞു, അതും പാടില്ല. വാങ്ങിയസൂമ വില പറയാനും പാടില്ല. അലാ സൗമി അഖീ അവന്റെ സഹോദരന്റെ വിലയുടെ മേൽ വില പറയാനും പാടില്ല. അതെങ്ങനെ വില പറയുന്നത്? ഇവൻ ഏറ്റുന്നു ഈ ചരക്കില് എന്തിനു ശേഷം അല്ല വിലയെല്ലാം ഇസ്തിഖ്റാറിന് ശേഷം, അല്ലെങ്കിൽ കുഴപ്പമില്ല. സാധനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ 500 പറഞ്ഞു, ഞാൻ പോയി 600 പറഞ്ഞു, എനിക്ക് മേടിച്ചോണ്ട് പോകാം. അതല്ല, 500 രൂപ പറഞ്ഞ് ഇയാളുമായിക്കൊണ്ട് എന്ത് കരാറ് ചെയ്ത് കളഞ്ഞു. പിന്നെ അതിനേക്കാൾ വില കൊടുത്തിട്ട് നമ്മൾ മേടിക്കല് എന്തല്ല, അത് മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റൊരു കച്ചവടക്കാരന്റെ വാങ്ങാൻ വന്നവന്റെ മനസ്സിൽ ഒരു വിഷവും തട്ടിയിട്ട് നമ്മൾ സാധനം മേടിക്കണം. ശരിയാ? ഇങ്ങനെ ഇവിടെല്ലാം എന്തെല്ലാം സൂക്ഷ്മതകളാണ് കച്ചവടങ്ങളിലുള്ളത്. ആരേതൊക്കെ നോക്കും. അതും ഇനി വേറെ പോലെ അല്ല, അവന്റെ സഹോദരൻ കച്ചവടം ചെയ്തതിന്റെ മേൽ കച്ചവടമൊക്കെ ചെയ്ത എല്ലാ പൈസയും കൈമാറി. എന്നിട്ട് അവനെ എന്തോ പറയടാ കച്ചവടം കുറച്ചാണ്, ഞാൻ വേറെ ഇച്ചിരി കൂടെ വില നേരത്തെ പറഞ്ഞ ഇതുണ്ട്, വ്യത്യാസമുണ്ട്. മറ്റേ വിലകൾ പറഞ്ഞ് എന്തായത് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് സാധനം കച്ചവടമായി. കച്ചവടം ചെയ്യാനും പറ്റില്ല. അല്ല ബൈഇഅഖി അല്ല, അവന്റെ സഹോദരൻ കച്ചവടം ചെയ്തതിന്റെ മേൽ കയറി കച്ചവടം ചെയ്യുക. അതെങ്ങനെ ബൈഅഖൂല ലിൽ മുസ്തരി, മുസ്തരിയോട് പറഞ്ഞു, അല്ല വാങ്ങാൻ വന്നവനോട് പറഞ്ഞു, ഇഫ്സഖുൽ ബൈഅ, ഈ കച്ചവടം ഫസാദാണ്. അനാബിയക്ക് നിനക്ക് ഞാൻ തരാം, ബി അർഖസമിൻ, നിനക്കാൾ വില നിലവാരം താഴ്ന്നതായിക്കൊണ്ട് നിനക്ക് തരാമെന്ന്. അവൻ മറ്റേ കച്ചവടക്കാരനെ ഇൻസൾട്ടാക്കിക്കൊണ്ട് ഈ വേറൊരു കച്ചവടക്കാരൻ ഈ കസ്റ്റമറെ എന്ത് ചെയ്ത് പിടിക്കുന്നു. തിരിഞ്ഞ അതും പാടില്ല, അതും ഹറാമാണ്. ഇനി നമ്മള് അത് ഇനി ചില നാടുകളിലുണ്ടാണ്, നമ്മള് സാധനം കൊണ്ടുവരും, ഇങ്ങനെ ഒരുപാട് സാധനം കൊണ്ട് കൂട്ടിടും. എന്നിട്ട് 1-2 പേരെ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുത്ത് നിൽക്കും. എന്തിനാ അവർ നിൽക്കുന്നത് വെച്ചാൽ, നമ്മളെ സാധനത്തിന് 200 രൂപയ്ക്ക് വില പറയാൻ ഒരാൾ വന്നാൽ അതിലൊരുത്തം വന്നിട്ട് എന്ത് ചെയ്യും, 500 രൂപ പറയും. അപ്പൊ ഈ ഞാൻ 200 രൂപ പറഞ്ഞ അത് കുറഞ്ഞു പോയതാണ്, മറ്റൊരു 500 പറഞ്ഞല്ലോ, എന്തായാലും ഞാൻ 400 വന്നേക്കാം. മനസ്സിലായോ? അപ്പൊ 200 രൂപ കൂടിയില്ലേ? കൂടി. ഈ 200 കൂട്ടിയതാനാ മറ്റോ വന്നിട്ടാണ്. മനസ്സിലായ? അവൻ 100 അവന്റെ പോക്കറ്റിൽ വെക്കാം, 100 സാധനം. അപ്പൊ അവന് 300 സാധനത്തിന് കിട്ടി. നേരത്തെ ആണെങ്കിൽ 200 കിട്ടത്തുള്ളൂ. അത് ഒരാളെ വഞ്ചിക്കലാണ്, അതും പാടില്ല. തിരിഞ്ഞാ? ഇനി വയഞ്ചുഷ, നജിസ് ചെയ്യാനും പാടില്ല. അതെങ്ങനെ നജിസ് ചെയ്യുക? നജസ യഞ്ചുഷു, ചതിക്കുക, വഞ്ചന ചെയ്യുക, പറ്റിക്കുക, അങ്ങനെയൊക്കെ പറയാം.
അതെങ്ങനെ യസീദ ഇവൻ കൂട്ടി പറയുന്നു ഫിസൽ ഈ ചരക്ക് ഏത് ഹാലിൽ വഹുവ അവൻ ഗൈറു റാഗിബിൻ ഫിഹ ചരക്കിന് അവന് വലിയ അത്യാവശ്യമുണ്ടോ അവന് ആവശ്യമില്ല ആഗ്രഹവും ഇല്ല. എന്തിനാണ് അങ്ങനെ ഏറ്റി പറഞ്ഞത്? ലിയഗുറ കണ്ട അവൻ ചതിക്കാൻ വേണ്ടിയിട്ട്. ആരെ? ബിഹ ഈ ഏറ്റി സിയാദത്ത് കൊണ്ട് അവൻ ചതിക്കാൻ വേണ്ടിയിട്ട്. ആരെ? ഗൈറു ഇവനല്ലാത്തവനെ കണ്ട. ഇനി അമ്പലത്തിലേക്ക് എണ്ണ കത്തിക്കാൻ വിളക്ക് കത്തിക്കാൻ എണ്ണ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഇനി ഇത് നമ്മൾ മാന്നാറൊന്നും പോയി ഓതാൻ പറ്റില്ല. മാന്നാർക്ക് അക്കമാരുടെ അമ്പലത്തിലേക്ക് കച്ചവടം ചെയ്യുന്നവരാണ്. അമ്പലത്തിൽ ദേവിയുടെ മുന്നിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി വോട്ട് വിളക്ക് വിൽക്കാൻ പാടുണ്ടോ? വിൽക്കാൻ പാടുണ്ടോ? ആണിന് മോതിരം ധരിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണ മോതിരം വിൽക്കാൻ പാടുണ്ടോ? പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവർക്ക് വന്നൊരു മോതിരം എന്റെ കയ്യിൽ തന്നെ കൊടുക്കല്ലോ. നമ്മള് ഹറാമിനെ പൊട്ടിക്കലാവില്ലേ? അപ്പൊ വേറെ കട കാണിച്ചോട്ടാ മതി. എന്താ ഓതി പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ബൈക്ക് കടം കൊടുക്കാൻ പറ്റുമോ? ബൈക്കൊന്ന് സഹായത്തിന് കൊടുക്കാൻ പറ്റുമോ? ഈ ഓതി പഠിക്കുന്ന മുത്താലിമീങ്ങൾ ആരാന്റെ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? എന്താ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. മനസ്സിലായി? അതഥവാ പോയി അത് നശിച്ചു പോയി അതിന് ആരുത്തരവാദിയാവും. പോയെന്ന് തട്ടി അല്ലെ വിഷയമായി. ലൈസൻസ് ഇല്ല, പോലീസ് പിടിച്ചു. ലൈസൻസ് ഇല്ല, എന്ത് ചെയ്യും? എവിടെ പഠിക്കുന്ന? ഇന്ന സ്ഥലത്ത്. അവിടുത്തെ കമ്മിറ്റിക്കാരും പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എന്റെ വീട്ടുകാരും പറഞ്ഞു. ഒന്നും പിടിക്കത്തില്ല. നമ്മൾ ഇന്നാജാലിനെ ഊതിക്കൊണ്ട് പോവാണെന്ന് ഇല്ല. എന്നാണ് എനിക്ക് തോന്നുന്നു ഇന്നാജാലിനാഫി അയനാഫിയും മകളാലും ഫയ്യലും മുക്കുമാവും ഇല്ല. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. പോലീസുമാരെ കാണുമ്പോഴേ അങ്ങ് ഊതും നമ്മൾ. അന്നേരം അവർക്കുള്ള ശ്രദ്ധ അങ്ങ് തിരിഞ്ഞു പോകും. അഥവാ ഒന്ന് പിടിച്ചു പോയാലോ എന്ത് ചെയ്യും? അപ്പോ അത് അത് തന്നെ വേറെ കാര്യം. ഇത് കച്ചവടത്തിനെ പറയട്ടെ. മുന്തിരി വിൽക്കാനും പറ്റില്ല, അതും ഹറാമാണ്. മിമ്മൻ ഒരുവൻ, എങ്ങനത്തെ ഒരുവനാണ്? യത്തഖിദുഹു അവനുണ്ടാക്കും ഈ മുന്തിരിയെ ഖംറൻ കള്ളാക്കും കൊണ്ടുപോയിട്ട് അവന് മുന്തിരി കൊടുക്കണ്ട. എന്താ ഈ ഹറാമാകുമെന്ന് പറഞ്ഞു കച്ചവടം ശരിയാകായ്മയൊന്നുമില്ല. മനസ്സിലായോ? ഈ ഹറാമാക്കപ്പെട്ട എല്ലാ കോലങ്ങളിലും കച്ചവടം ചെയ്യുകയാണ് എങ്കിൽ സ്വഹൽ ബൈഉ ആയിക്കോട്ടെ, കുഴപ്പമില്ല. തിരിഞ്ഞോ? ഇനി എന്റെ കുറെ സാധനമുണ്ട്, എനിക്ക് വിൽക്കാൻ, ഞാൻ വിൽക്കാൻ കൊണ്ടുവരാണ്. പിന്നെ ഞാൻ കുറച്ച് കട്ടൂർ ഇട്ടുകൊണ്ടുപോയി. അതൊന്നും പറ്റുമോ? ഹലാലും ഹറാമും കൂടെ വിൽക്കാൻ പറ്റുമോ? എന്താ എന്റെ സാധനമുണ്ട്, അതിന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആരാന്റെ മുതലൂടെ അതിനത് പറിച്ചിട്ട്. അപ്പൊ അറിയത്തില്ലല്ലോ. അത് പാടുണ്ടോ? വാഹിദിൻ ഒറ്റക്കച്ചവടത്തിൽ എന്ത് ചെയ്തു? ഒരാൾ ഒരുമിച്ച് കൂട്ടിയാല് ഒന്നിനെ യജൂസ് അവന്ന് ജായിസാണ്. അപ്പൊ അയാളെ മുതൽ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചോ. അമ്മ ഒന്നിനെയും ലാ യജൂസ് അവന്ന് ജായിസാവുകയില്ല. ഏതുപോലെ മിസില അബ്ദിഹി വഅബ്ദി ഗൈരിഹി. മിസിലു എന്ന് വെച്ചാൽ ചേട്ടാ, മിസിലു അബ്ദിഹി അവന്റെ അടിമ, വഅബ്ദി ഗൈരിഹി അവനല്ലാത്തവന്റെ അടിമ. അവനല്ലാത്തവന്റെ അടിമ അപ്പൊ വക്കാലത്താക്കി നമുക്ക് കൊണ്ടുപോവാം. ബിഗൈരിദിനിഹി കണ്ട. അല്ലെങ്കിൽ ഔ ഖംറിൻ വഖല്ലിൻ, കുറച്ച് കള്ളുകൊണ്ട് കുറച്ച് ചുരുക്കമുണ്ട് കച്ചവടം ചെയ്യാം. കച്ചവടം ശരിയാകും. എവിടെ? ബിമാ യജൂസു ജായിസാകുന്ന ഒന്നിൽ ബി ഖിസ്തിഹി അതിന്റെ ഓഹരി കൊണ്ട്, മിന സമനി വിലയിൽ നിന്നും അതിന്റെ ഓഹരി കൊണ്ട് അതിന്റെ കച്ചവടം ശരിയാകും. മറ്റേ ശരിയാകും. ബത്തല ബിമാ ലാ യജൂസു. വലിൽ മുസ്തരി വാങ്ങിക്കൊണ്ടുപോകുന്നവനുണ്ട്. അൽ ഖിയാറു തെരഞ്ഞെടുക്കൽ. ഇൻ ജഹില അറിവില്ലാത്തവനായാലും
വൈൻ ജമാഅനെ ഒരുമിച്ച് കൂട്ടി ഫി അഖ്ദൈനി രണ്ട് അഖ്ദ് എനിക്കൊരു അടിമയുണ്ട്, എനിക്കൊരു വീടുണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ, വിൽക്കണരുണ്ട്. ഇത് രണ്ടും കൂടി ഒരാൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അഭിനയം നിനക്ക് വിൽക്കുകയും ചെയ്തു, എൻ്റെ വീട് വാടകയ്ക്കും തന്നു 1 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ രണ്ട് അഖ്ദ് നടത്താൻ പറ്റുമോ? പറ്റില്ലേ? കുഴപ്പമില്ല. ഫൈൻ ജമഅ ഒരാൾ ഒരുമിച്ച് കൂട്ടി ഫി അഖ്ദൈനി രണ്ട് അഖ്ദ്. എങ്ങനത്തെ രണ്ട് അഖ്ദാണ്? മുഖ്തലിഫയിൽ ഹുക്മ് ഇഖ്തിലാഫാണ്. മിസ്ലു ബിഅ്തുക അബ്ദി വ ആജർതുക ദാരി. ഒന്ന് ബൈഅാണ്, മറ്റൊന്ന് ഇജാറത്താണ്. അങ്ങനെ രണ്ട് ഹുക്മുണ്ട്. സനത്തൻ ബി കഥ, ആജർതുക ദാരി സനത്തൻ ബി കഥ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സനത്തൻ ബി കഥ എന്നുള്ളത് ബിഅ്തുക അബ്ദി എന്നതിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ലെന്ന് അതിന്റെ അർത്ഥം. അത് മുഖത്തതനുസരിച്ചും സാഹചര്യം അനുസരിച്ചും എന്തിലേക്കേ പോവുകയുള്ളൂ? ആജർത്തുക്കയിലേക്കേ പോവുകയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഔ സവ്വജ്തുക ബിനതി വബിഅ്തുക അബ്ദഹ ബികദാ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നിനക്ക് എന്റെ മോളെയും കെട്ടിച്ചെന്ന്, പിന്നെ ആ മോക്കൊരു അടിമ ഉണ്ടാവും, അവളെ നിനക്ക് വിൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മോളെ കെട്ടിച്ചെന്നതിന് എത്ര റുപ്യ കൊടുക്കണം മഹറായിട്ട്, അബിദിന് എത്ര കൊടുക്കണം, അതേപ്രകാരം മറ്റത് ബിഅ്തുക അബ്ദി വആജർതുക ദാരി ഒരു സംഖ്യ കൊടുത്താൽ സഹ ഈ പറഞ്ഞത് ശരിയാകും. എന്നിട്ട് എന്ത് ചെയ്യണം? വഖുസ്സിതൽ ഇവദ്, ആ കൊടുത്ത പൈസ എന്ത് ചെയ്യണം? ഓഹരിക്കപ്പെടണം. ബൈനഹുമ രണ്ട് അലൈഹിമായി രണ്ടിന്റെ മേലായിട്ട് എന്ത് ചെയ്യണം? ഓഹരിക്കപ്പെടണം എന്ന്. ഇത് ഞാൻ ഇനി കച്ചവടത്തിൽ വഞ്ചന പാടില്ലോ. കച്ചവടത്തിൽ അയ്ബുകളുണ്ടെങ്കിൽ അതിനെ മറച്ചു വെച്ച് ചെയ്യരുത് എന്ന് പറയാൻ പറഞ്ഞു.